ചെറിയൊരു സങ്കട കാഴ്ചയിലേക്ക് പോകണം. സങ്കടമല്ല, അത് സന്തോഷത്തിലാണ്. നമ്മൾ കലോത്സവത്തിന് ഇടയിൽ ഇങ്ങനെ പലവിധ കാഴ്ചകളും കാണാറുണ്ട്. ചിലത് നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാവും. അത്തരത്തിലൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്, അല്ലേ? അതെ, ഈ കുസാറ്റില് നമുക്കറിയാം ആ ടെക് ഫെസ്റ്റിൽ ഉണ്ടായ ഒരു ദുരന്തം. ആ ദുരന്തത്തിൽ മരിച്ച കുട്ടിയുടെ പിതാവ്, അല്ലെ? അതെ. അദ്ദേഹം ഇവിടെ കലോത്സവ വേദിയിലുണ്ട്, റോയ് ചേട്ടൻ. അപ്പൊ റോയ് ചേട്ടന്റെ കഥയിലേക്ക് പോയി വരാം. അത് MGB തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കണ്ട ശേഷം മടങ്ങിയെത്താം. ഉറച്ച കാൽച്ചുവടുകൾ പതിക്കുന്ന വേദിയേക്കാൾ പ്രകമ്പനം കൊള്ളുന്നുണ്ടാകും റോയ് ആശാന്റെ ഇടനെഞ്ചിന്. ദർബാറിൽ ചക്രവർത്തിയും സ്തുതിയോഗറും അരങ്ങ് തകർക്കുമ്പോൾ വിരൽത്തുമ്പിൽ തൂങ്ങി വേദിയിലേക്ക് കയറിയിരുന്ന രാജകുമാരിയുടെ ഓർമ്മകൾ ഗോത്തുരുത്ത് കോനാത്തുവീട്ടിൽ റോയ് ജോർജ് കുട്ടി എന്ന ചവിട്ടുനാടക പരിശീലകന്റെ മനസ്സിൽ നൊമ്പരമായി പെയ്യുകയാണ്. കുസാറ്റിലെ ടെക് ഫെസ്റ്റിനിടെ തിക്കിലും തിരക്കിലുമുണ്ടായ ദുരന്തത്തിൽപ്പെട്ടു മരിച്ച ആൻഡ്രിഫ്ത എന്ന തന്റെ മകളുടെ ഓർമ്മകൾ മനസ്സിൽ വിങ്ങുമ്പോഴും റോയ് കേരള സ്കൂൾ കലോത്സവ വേദിക്കുള്ള ശിഷ്യന്മാരെ അവസാന ചുവടും പഠിപ്പിച്ച് ഉറപ്പിക്കുകയാണ്. കുട്ടികൾ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരു കളിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് വന്നേക്കുന്നത്. വേദനകൾക്കിടയിൽ തന്നെ താങ്ങി നിർത്തുന്നത് ഈ കലയാണെന്ന് റോയ് പറയുന്നു. ഇത്തവണ മോളും സംസ്ഥാന കലോത്സവത്തിന് തന്നോടൊപ്പം വരുമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാൽ വിധി മറ്റൊന്നാണ് കരുതി വെച്ചത്. നമ്മളെ തളർത്തിയിരിക്കുന്നതാണ്. എന്നാലും അവളുടെ പ്രോത്സാഹനവും നമ്മളുടെ കൂടെ ഉള്ള ഒരു ഇതുമാണ് നമ്മൾക്ക് പ്രചോദനമായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വന്നത്. അവളാണ് നമ്മളെല്ലാം ആയിരുന്നത്. അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. അവളോട് എല്ലാ കാര്യങ്ങളും ചോദിക്കും, അവളെല്ലാ കാര്യങ്ങളും പറയും. മകനുണ്ടാവും, ഭാര്യമൊക്കെ ഉണ്ടാവും, നമുക്ക് സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. മകള് ഈ പ്രശ്നം വരായിരുന്നു വെച്ചതാണ്. അപ്പോൾ അവള് എല്ലാം ഇങ്ങനെ സംഭവിച്ചു പോയി. ചവിട്ടുനാടകത്തിൽ 7 ടീമുകളാണ് റോയുടെ ശിക്ഷണത്തിൽ അരങ്ങിലെത്തിയത്. വേദനകൾക്കിടയിലും കലോത്സവത്തിൽ മികച്ച നേട്ടം കൈവരിക്കാൻ റോയ് ആശാനും പിള്ളർക്കും സാധിച്ചു. ന്യൂസ് 18 കൊല്ലം.